ഗർഭം ആയിക്കഴിഞ്ഞിട്ട് അതിൻ്റെ സമയം തികയുന്നതിന് മുമ്പേ കുഞ്ഞ് ജനിക്കുന്നത് തന്നെയാണ് പ്രിമച്യൂരിറ്റി എന്ന് നമ്മൾ പറയുന്നത്. പൂർണ്ണ ഗർഭത്തിൻ്റെ സമയം 40 ആഴ്ചയാണ്. അപ്പം 37 ആഴ്ച തൊട്ട് 40 ആഴ്ച വരെ നമ്മൾ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള സമയം ആയി എന്ന് പറയാം. 37 ആഴ്ചയുടെ താഴെയുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പ്രിമച്യൂർ ബേബി എന്ന് പറയുന്നത്. പ്രിമച്യൂരിറ്റി വരാനുള്ള സാധ്യത ഒന്ന് അമ്മയുടെ ശാരീരിക അസുഖങ്ങൾ കൊണ്ടുവരാം, ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ട് വരാം. രണ്ടാമത് മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ട്വിൻ പ്രഗ്നൻസീസ്, അല്ലെങ്കിൽ 3 കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നേരത്തെ ഡെലിവറി ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഈ അമ്മയുടെ അസുഖം റിലേറ്റഡ് ആയിട്ടാണ് പലപ്പോഴും പ്രിമച്യൂരിറ്റി ആയിട്ട് വരുന്നത്. 22 ആഴ്ചയുടെ മുകളിലുള്ള കുട്ടികൾ സർവൈവ് ചെയ്തിട്ടുള്ളതായിട്ട് റിപ്പോർട്ട്സ് ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ 23 വീക്സ് 23 ആഴ്ച കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ആദ്യത്തെ ചാലഞ്ച് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രീതിങ് ഡിഫിക്കൽട്ടി, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പം ആദ്യത്തെ 1 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന് കൊടുക്കേണ്ടതായിട്ടുള്ള ബ്രീതിങ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലങ്സിനെ നമുക്ക് കൊളാപ്സ് ചെയ്യാതെ നമുക്ക് ശ്രദ്ധിച്ചു കൊണ്ടുവരാം. രണ്ടാമത്തെ ചാലഞ്ച് അമ്മയുടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന അമിനോ ആസിഡ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, ഇതെല്ലാം നമ്മൾ കൃത്രിമമായിട്ട് കൊടുക്കേണ്ടി വരും. ആദ്യം ഡ്രിപ്പ് വഴി സ്പെഷ്യൽ ഫോമുല വെച്ചിട്ട് ഫോമുലേഷൻ ഉണ്ടാക്കിയിട്ട് കൊടുക്കും. പിന്നെ അത് ട്യൂബ് വഴി പാലിൻ്റെ രൂപത്തിൽ. പിന്നെ മൂന്നാമത്തെ ബാക്കിയുള്ള എല്ലാ ഓർഗൻസും, ബ്രെയിൻ, ഹാർട്ട്, കിഡ്നീസ്, ഇങ്ങനെയുള്ള എല്ലാ ഓർഗൻസും പ്രിമച്യൂറാണ്. അതിനെല്ലാം അതിൻ്റെതായ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കേണ്ടി വരും. ചികിത്സ മാത്രമല്ല, ഫാമിലിയെ സുരക്ഷിക്കേണ്ട കടമ ഞങ്ങൾക്കും ഞങ്ങളുടെ ടീമിനും ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സ്കിൻ ടു സ്കിൻ കെയർ, കാങ്കറൂ മദർ കെയർ. കുഞ്ഞിനെ അമ്മയുടെ നെഞ്ചത്ത് ഡയറക്റ്റായിട്ട് സ്കിൻ ടു സ്കിൻ, കുഞ്ഞിൻ്റെ സ്കിന്നും അമ്മയുടെ സ്കിന്നും അടുത്തായിട്ട് നഴ്സസിൻ്റെ സഹായത്തോടെയും ഡോക്ടർമാരുടെ സഹായത്തോടുകൂടിയും ട്യൂബിംഗ് ഒന്നും കുഴപ്പം വരാതെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് കുറയും, കുഞ്ഞിൻ്റെ വേദന സഹിക്കാനുള്ള കപ്പാസിറ്റി കൂടും, അമ്മയുടെ മിൽക്ക് പ്രൊഡക്ഷൻ, പാലുണ്ടാക്കാനുള്ള കപ്പാസിറ്റി കൂടും, ഹാപ്പിനെസ്, സന്തോഷം, അമ്മയുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അമ്മയ്ക്ക് വരുന്ന സന്തോഷം കൂടും. ഇതുകൊണ്ട് ആ ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ട്, അല്ലെങ്കിൽ അച്ഛനും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിൻ്റെ സ്ട്രെങ്തും വർദ്ധിക്കും. അപ്പം നമ്മൾ ഈ 100 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വിട്ടാലും ആ ഒരു കുഞ്ഞിനെ ഞങ്ങൾ നോക്കി എന്നുള്ള ഒരു സന്തോഷം കാണും. രണ്ടാമത് ഞങ്ങളുടെ യൂണിറ്റിൽ വാർഡ് റൗണ്ട് ചെയ്യുമ്പം അമ്മയും അച്ഛനെയും ഇൻവൈറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും അമ്മയുടെയും അച്ഛൻ്റെയും ഒരു റോള് പ്രധാനം. സോ അവർക്ക് ഈ കുഞ്ഞുങ്ങളുടെ കെയറിൽ ഒരു വലിയ ഭാഗമുണ്ടെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം, സാറ്റിസ്ഫാക്ഷൻ കാണും.